നമസ്കാരം. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ രാഷ്ട്രീയ ബോധ്യവും അതിനെ സംബന്ധിച്ചുള്ള അറിവും എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ കാണാനിടയായി. ഡോക്ടർ അരുൺകുമാർ നടത്തിയ ഒരു പൊതുജന സമ്പർക്ക പരിപാടിക്കിടയിൽ സാധാരണക്കാരനായിട്ട് ഒരു ഓട്ടോറിക്ഷക്കാരൻ ചേട്ടന്റെ പരാമർശമാണ് കേരളത്തിലെ സാധാരണക്കാരന്റെ രാഷ്ട്രീയ ബോധത്തെ വെളിവാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായി അനുഭവപ്പെട്ടതല്ല, അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന അജണ്ടയോടുകൂടി ഈ നാട്ടിലെ കനകോലുമാരും ഈ നാട്ടിലെ സംഘികളും കേന്ദ്ര സഹവാഴകൾ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം കൊണ്ടുപിടിച്ച പ്രചരണം നടത്തുന്നതിനിടയിലാണ് സാധാരണക്കാരുടെ രാഷ്ട്രീയ ബോധം എത്രത്തോളം ഉണ്ടെന്ന് ആ വാക്കുകൾ പ്രകടമാക്കുന്നത്. അത് കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് മാപ്രകൾക്കൊരു മുന്നറിയിപ്പ് കൂടിയാണ്. നിങ്ങൾ എത്രമാത്രം വ്യാജ പ്രചരണം, അതായത് നിങ്ങളാണല്ലോ ഇവിടുത്തെ വ്യാജ പ്രചരണത്തിന്റെ അപ്പോസ്തലന്മാർ. ഇവരുടെ കഥകളെ നിങ്ങളിലൂടെ വാർത്ത വരുത്തിയതിനു ശേഷം അതാണ് സത്യമെന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിൽ പാണന്മാരായിട്ടും ഈ നാട്ടിലെ കുറെ ഭജന സംഘമായി പാടിക്കൊണ്ട് നടക്കുക എന്നുള്ളതാണ് സംഘപരിവാർ കനകോലു സിദ്ധാന്തം എന്ന് പറയുന്നത്. അതിനുവേണ്ടി എന്ത് പച്ച നുണകളും മാധ്യമങ്ങളിലൂടെ ടെലികാസ്റ്റ് ചെയ്യിക്കുക, എന്നിട്ട് ആധികാരികമായി പറയുക ഇത് ഞങ്ങൾ പറഞ്ഞതല്ല മാധ്യമങ്ങൾ പറഞ്ഞതാണ് എന്ന നിലയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അങ്ങനെയല്ല, സാധാരണക്കാർ കൃത്യമായി രാഷ്ട്രീയം മനസ്സിലാക്കുന്നുണ്ട്, ഈ സർക്കാർ അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യങ്ങൾ പല സാധാരണക്കാരിലും എത്തുന്നുണ്ടെന്ന് ഈ വാക്ക് തെളിയിക്കുന്നുണ്ട്. 600 രൂപ പെൻഷൻ ഉണ്ടായിരുന്ന പോലും കൊടുക്കാതെ കൊണ്ട് 18 മാസം കടബാധ്യതയായിട്ട് ഈ സംസ്ഥാനത്ത് മുഴുവൻ ജനസമ്പർക്ക പരിപാടി എന്നും പറഞ്ഞ് നടന്ന് ഈ രാജ്യത്ത് തൂർത്തടിച്ചപ്പോൾ അത് തൂർത്തല്ലായിരുന്നു. അന്ന് പോലീസും ഇവിടുത്തെ ലോഡ്ജും ഇവിടുത്തെ ഈ മൈതാനത്ത് നടന്ന പരിപാടി ഞാൻ നേരിട്ട് കണ്ടവൻ. ഈ മൈതാനത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അന്നേരം ഈ പറയുന്ന ആളുകൾ ആരും പറഞ്ഞില്ല ദൂർത്താന്ന്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫ് പദ്ധതി പ്രകാരം വീട് കൊടുത്തിട്ടുള്ള ഒരു സർക്കാരാണ്. 3.5 ലക്ഷം വീടുകൾ, 3.5 ലക്ഷം. അതുപോലെ തന്നെ പട്ടയം, പാലങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മേഖലയിലും എത്തിയിട്ടുണ്ട്. അഴിമതി നടത്തിയെന്ന് പറയുന്നതൊക്കെ ചുമ്മാണ്ട് ഇവിടെ അഴിമതി ആരോപണങ്ങൾ പറ പോലിഞ്ഞോട് കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരെണ്ണം ക്ലച്ച് പിടിച്ചവരെ കൊണ്ട് കാണിക്കാൻ പറ്റും? ഇവരെത്ര പിടിച്ചാലും ഇവരുടെ കണ്ണിൽ മുഴുവൻ അന്ധതയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവസാന നാളിൽ UDF തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കൊട്ടിക്കോഴി സ്വർണ്ണം കൊണ്ടുവന്നു. ആഴക്കടലിൽ മത്സ്യബന്ധനം മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ അതെങ്ങനായി അവസാനം? കൊണ്ടുവന്നവർ തന്നെ വിഴുങ്ങി. ഇതാണ് അന്ന് സംഭവിച്ചത്. ഇത് തന്നെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ആരാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, പ്രവർത്തിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി ഗവർണർക്കെതിരെ കേന്ദ്രത്തിനെതിരെ പഴി പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഗവർണർ ചെയ്യുന്നത് ശരിയാണോ എന്ന് ആദ്യം പറയുന്ന ആളുകൾ ചിന്തിക്കണം. കാരണം കേരളത്തിന്റെ ചെലവിൽ കേരളത്തിന്റെ പണിയെടുക്കുന്ന തൊഴിലാളികൾ കൊടുക്കുന്ന നികുതിപ്പണത്തിന്റെ പുറത്താണ് ഈ പറയുന്ന ഗവർണർ ഇവിടെ കഴിഞ്ഞു കൂടുന്നത്. ഈ കസേര ഒന്നും കയറിയോ? നമുക്ക് അടുത്ത മറുപടി കൂടി പറയണം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇത്രയും പോലീസിനെ വിന്യസിക്കുമ്പോ അത് ധൂർത്തല്ലായിരുന്നോ എന്നതാണ് ഒരു സാധാരണ മനുഷ്യൻ ചോദിക്കുന്നത്. കോടിക്കണക്കിന് രൂപ നമ്മുടെ വിവിധ പദ്ധതികൾ പ്രകാരം കേന്ദ്ര ഗവൺമെന്റിൽ നമുക്ക് കിട്ടാനുണ്ട്. ഏതെങ്കിലും 64,000 ആരെങ്കിലും ഈ എംപിമാർ പോയിട്ടുണ്ടല്ലോ പല നിവേദനങ്ങൾ കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഇതിനുമുമ്പ് കൂടിയാലോചനകൾ നടന്നു. ഈ എംപിമാർ ഒരെണ്ണോ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അവരുടെ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് തരാനുള്ളത് തരണം, നിങ്ങൾ അങ്ങനെ പശ്ചാത്തലം കാണിക്കരുതെന്ന് പറയുന്നില്ല. ഇതാണ് നവകേരള സദസ്സിന്റെ ഗുണമെന്ന് പറയുന്നത്. സാധാരണക്കാരായ മനുഷ്യർക്ക് കാര്യങ്ങൾ തിരിയുന്നു. UDFും BJPയും കൂടെ ഒരേ നാണയത്തിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇനി ഒരു ഭരണം ഇവിടെ കേരളത്തിൽ LDFന്റെ ഉണ്ടാകരുത്. ഉണ്ടായാൽ ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതിനുള്ള മറ്റു മാധ്യമങ്ങളെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ഇല്ലാത്ത പ്രചരണങ്ങൾ അഴിച്ചു വിടുന്നു എന്നല്ലാതെ കൊണ്ട് ഇതിനകത്ത് വലിയ കാരണമൊന്നുമില്ല. ദൂർത്ത പിന്നെ ഈ പറയുന്ന നവകേരള സദസ്സിന്റെ കാര്യം പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് പഠിക്കുകയും അത് പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നത്. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സ്പോട്ടിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അല്ലാത്തത് സെക്രട്ടേറിയറ്റിന് തീരുമാനം പറഞ്ഞിട്ടാണ് വിശ്വാസമുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കുറെ ചെയ്യുന്നുണ്ട്. എത്ര വ്യക്തമാണ്, എത്ര സ്പഷ്ടമാണ്. കേരളത്തിലെ ചില മാപ്രകൾക്ക് ഈ വിവരങ്ങളെക്കുറിച്ച് സാമാന്യ ബോധമുണ്ടായിരിക്കില്ല. അവിടെയാണ് സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്തെല്ലാം സംവിധാനങ്ങൾ അവർക്ക് കിട്ടിയെന്നും കൊണ്ടുപിടിച്ച പ്രചരണങ്ങൾക്ക് പിന്നിൽ എന്താണ് അജണ്ടയെന്നും കൃത്യമായി മനസ്സിലാക്കുന്നത്. ഇത് പല സാധാരണക്കാരുടെയും ഒരു പ്രതീകമാണ്. നിങ്ങൾ കരുതുന്നുണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ സംഘപരിവാറിന്റെ ഈ കോടിക്കണക്കിന് രൂപ അച്ചാരം പറ്റിക്കൊണ്ട് നിങ്ങൾ എഴുതി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളെ അതേപടി
തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരാണ് ഈ നാട്ടിലുള്ള ഭൂരിപക്ഷം പേരുമെന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഈ പ്രചരണങ്ങൾ ലൈവായി പോകുമ്പോഴാണ് അത് കരണം പുകയ്ക്കുന്ന മറുപടിയായി മാറുന്നത്. നിങ്ങൾ പറയുന്നിടത്തല്ല ആൾക്കാരുടെ ചിന്താശേഷി. നിങ്ങൾ പറയുന്നതിനെ പലതിനെയും പരിഹാസപൂർവ്വം കേൾക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പൊതു ട്രെൻഡ് ഉണ്ടല്ലോ, ഒരു പൊതു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് ഈ നാട്ടിൽ ഈ സംഘപരിവാറുകാരെയും മോർച്ചക്കാരെയും പിന്നെ കനകോലുവിന്റെ കുറെ PR ടീമുകാരെയൊക്കെ ഇറക്കിയതിനു ശേഷം ഞാൻ SFIക്കാരനാണ്, ഞാൻ മുൻ CPM കാരനാണ് എന്ന ലേബലിൽ ഈ സർക്കാർ മോശമാണെന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന കുറെ പ്രതികരണങ്ങൾ, അതിനപ്പുറത്തേക്ക് സ്വാഭാവിക പ്രതികരണം എന്നോണം ഈ രീതിയിൽ നിങ്ങൾ സാധാരണക്കാർക്കിടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും. കൃത്യമായി ആ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർ തന്നെയാണ്. അതായത് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കില്ല, അല്ലെങ്കിൽ പേരെടുക്കാൻ വേണ്ടി ചില പ്രതികരണത്തിന് അവർ പ്രതീകമായി മാറില്ല, അല്ലെങ്കിൽ ഉപകരണമായി മാറില്ല. അവർ രാഷ്ട്രീയം കൃത്യമായി ഉള്ളിലുണ്ട്, അവർക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തിരിച്ചറിവുമുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വേണം സമൂഹത്തിന്റെ ഇടയിൽ ഇറങ്ങി കുത്തിത്തിരിപ്പിന് പരിശ്രമിക്കാൻ. കാര്യം നിങ്ങൾ പറയുന്നതാണ് ഈ ലോകമെന്ന് കിണറ്റിൽ കിടക്കുന്ന തവളകളായിട്ടുള്ള നിങ്ങൾ ചിന്തിക്കുകയാണ്. അതിനപ്പുറത്തേക്കാണ് ഈ സമൂഹത്തിന്റെ കാഴ്ചപ്പാടെന്നും നിങ്ങൾ എഴുതി പതപ്പിച്ചു വിടുന്ന അല്ലെങ്കിൽ എഴുതി പടച്ചു വിടുന്ന പല തെറ്റിദ്ധാരണകളും അതിനെ അവർ അപ്പോൾ തന്നെ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ട ഉപകരണമാണ് കൈവശമുള്ളതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നിടത്താണ് ഇന്ന് ആൾക്കാർ ഈ നാട്ടിലെ ഏറ്റവും നിലവാരമില്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും വിഴുപ്പുകളായി കാണുന്ന മാപ്രകളെ, ആ മാപ്രകൾക്ക് ഇത് ഈ രീതിയിലുള്ള നിലവാരമെങ്കിലും തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ വരും കാലങ്ങളിൽ നിങ്ങളുടെ അവസ്ഥ ഇന്നത്തെ അവസ്ഥയെക്കാളും കൂടുതൽ പരിതാപകരമാകുമെന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കുകയാണ്. കാര്യം അത്രമാത്രം വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ഒരു സാധാരണക്കാരൻ ഇങ്ങനെ രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ തിരിച്ചറിവിന്റെ 1/4 സംഘിക്കുഴലൂത്ത് നടത്തുന്ന നിങ്ങൾക്കുണ്ടായാൽ മതി എന്ന് മാത്രമാണ് ഈ നാടിപ്പോൾ ആഗ്രഹിക്കുന്നത്.